വെൽക്കം ടു ഫീനാസ് കിച്ചൻ. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് വളരെ രുചികരമായ ലിവർ ഫ്രൈ ആണ്. കുറച്ച് ചേർവകൾ കൊണ്ട് വളരെ എളുപ്പത്തിൽ എല്ലാവർക്കും തയ്യാറാക്കാൻ പറ്റുന്ന ഈ ലിവർ ഫ്രൈ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഫ്രൈ തയ്യാറാക്കാനായി ഞാനിവിടെ വിനാഗിരിയിട്ട് നന്നായി കഴുകി വൃത്തിയാക്കിയ 500 ഗ്രാം ബീഫിൻ്റെ ലിവറാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് മട്ടൻ്റെയും ചിക്കൻ്റെയും ലിവർ കൊണ്ടും ഇതുപോലെ തന്നെ തയ്യാറാക്കാം. ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടിയും ചേർക്കാം. ഇനി 1/4 ടീസ്പൂൺ ഗരം മസാലയും 1/4 ടീസ്പൂൺ പെരുംജീരകത്തിൻ്റെ പൊടിയും ഇട്ട് കൊടുക്കാം. ഉപ്പ് 1/2 ടീസ്പൂൺ ആണ് ഇപ്പോൾ ചേർക്കുന്നത്. ഇനി നോക്കിയിട്ട് പിന്നീട് ചേർക്കാം. ഇനി 1/2 ടീസ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ചേർക്കുന്നത്. അവസാനമായി തിക്ക് ഗ്രേവിക്ക് വേണ്ടി ഒരു മീഡിയം സവാള കനം കുറച്ച് അരിഞ്ഞതും ചേർത്ത് കൊടുക്കാം. ഇനി വെള്ളം ഒട്ടും ചേർക്കാതെ എല്ലാം നല്ലതുപോലെ യോജിപ്പിച്ച് മസാല പിടിക്കാനായി 10 മിനിറ്റ് നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം. ഇപ്പോൾ 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി സ്റ്റൗ മീഡിയം ഫ്ലെയിമിലിട്ട് 10-15 മിനിറ്റ് നേരം ഇതൊന്ന് വേവിച്ചെടുക്കണം. ഓരോ ലിവറിനും വേവിന് വ്യത്യാസമുണ്ട്, അത് നോക്കി വേണം വേവിച്ചെടുക്കാൻ. ഇടയ്ക്കിടയ്ക്ക് അടപ്പ് തുറന്ന് അടിപിടിക്കാതെ ഇളക്കി കൊടുക്കണം. ലിവറിൽ നിന്ന് വരുന്ന വെള്ളത്തിൽ തന്നെ നന്നായി വെന്ത് കിട്ടും. പോരെന്ന് തോന്നുകയാണെങ്കിൽ ചെറിയ അളവിൽ ചൂടുവെള്ളം ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി 5 മിനിറ്റ് കൂടി അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഇതിലെ വെള്ളമെല്ലാം ഒന്നുകൂടി വറ്റി വരാനുണ്ട്. ഇപ്പോൾ ലിവർ നല്ല സോഫ്റ്റായി വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇത് മതി. ഇനി ഒരു പാൻ സ്റ്റവിൽ വെച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടാകുമ്പോൾ ഒരു തണ്ട് കരിവേപ്പിലയും ഇട്ട് ചെറുതായി അരിഞ്ഞു വെച്ച 15ഓളം ചെറിയ ഉള്ളിയും ഇട്ട് എല്ലാം ഒന്ന് വഴറ്റിയെടുക്കണം. സ്റ്റൗ മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ച് വേണം ചെയ്യാൻ. ഇനി ഇതിലേക്ക് കനം കുറച്ച് അരിഞ്ഞു വെച്ച ഒരു മീഡിയം സൈസ് സവാളയും ഇട്ട് പച്ചമണം പോകാനായി മാത്രം 2 മിനിറ്റ് വഴറ്റി കൊടുക്കണം. ഇനി നമുക്ക് 1/2 ടീസ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ചേർത്ത് മസാലയുടെ പച്ചമണം പോകുന്നത് വരെ എല്ലാം ഒന്നുകൂടി വഴറ്റിയെടുക്കാം. ഇപ്പോൾ പച്ചമണമൊക്കെ മാറി ഉള്ളി സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇത് മതി. അല്പം കൂടി ടേസ്റ്റ് കിട്ടാനായി അരിഞ്ഞു വെച്ച ചെറിയൊരു തക്കാളിയും കൂടി ചേർത്ത് എല്ലാം ഒന്നുകൂടി യോജിപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും 1 ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടിയും ഇട്ട് 1 മിനിറ്റ് എല്ലാം ഒന്ന് വഴറ്റി കൊടുക്കാം. ഈ സമയം സ്റ്റൗ മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ച് വേണം ചെയ്യാൻ. ഇപ്പോൾ മസാലയുടെ പച്ചമണമൊക്കെ പോയിട്ടുണ്ട്. ഇനി നമുക്ക് വേവിച്ച് വെച്ച ലിവറും കൂടിയിട്ട് എല്ലാം ഒന്നുകൂടി യോജിപ്പിച്ചെടുക്കണം. ഈ സമയം ഉപ്പ് നോക്കിയിട്ട് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം. ഞാൻ 1/2 ടീസ്പൂൺ ഉപ്പ് കൂടി ഇവിടെ ചേർക്കുന്നുണ്ട്. ഇനി മസാലയ്ക്ക് ആവശ്യമായ 1/2 ടീസ്പൂൺ പെരുംജീരകത്തിൻ്റെ പൊടിയും 1/2 ടീസ്പൂൺ ഗരം മസാലയും ഇട്ട് 1 ടേബിൾ സ്പൂൺ അളവിൽ കുരുമുളക് പൊടിയും ചേർത്ത് എല്ലാം നല്ലതുപോലെ യോജിപ്പിച്ചെടുക്കാം. കുറച്ച് ഗ്രേവിയോട് കൂടിയ ലിവർ ഫ്രൈ വേണമെങ്കിൽ ഇത്രയും മതി. ഒന്നുകൂടി ഡ്രൈ ആയി കിട്ടണമെങ്കിൽ അല്പം കൂടി വഴറ്റി ഇതെല്ലാം ഒന്ന് ഡ്രൈ ആക്കി എടുക്കണം. ഞാൻ കുറച്ച് തിക്ക് ഗ്രേവിയോട് കൂടിയ ലിവർ ഫ്രൈ ആണ് തയ്യാറാക്കുന്നത്. കുരുമുളകിൻ്റെ ടേസ്റ്റും ഫ്ലേവറും അല്പം കൂടി വേണമെന്നുണ്ടെങ്കിൽ 1/2 ടേബിൾ സ്പൂൺ പൊടി കൂടിയിട്ട് നല്ലതുപോലെ എല്ലാം ഒന്ന് യോജിപ്പിച്ചെടുക്കണം. അവസാനമായി 3 പച്ചമുളക് നടുവേ കീറിയതും അല്പം കറിവേപ്പിലയും കൂടി ചേരുമ്പോൾ നമ്മുടെ കുരുമുളകിട്ട് വരട്ടിയ ലിവർ ഫ്രൈ റെഡിയായിട്ടുണ്ട്. ഇനി ചൂടോടെ വിളമ്പാനായി അടച്ച് വെച്ച് സ്റ്റൗ ഓഫ് ചെയ്യാം. നല്ല ടേസ്റ്റോട് കൂടിയ ഈ ലിവർ ഫ്രൈ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ വന്ന് കമൻറ്റ് ബോക്സിൽ വന്ന് അറിയിക്കണേ.
അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും പുതിയ റെസിപ്പികൾക്കായി ബെല്ലൈക്കൺ അമർത്താനും മറക്കല്ലേ. നമുക്കിതുപോലെ നല്ലൊരു റെസിപ്പിയായിട്ട് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.